പ്രധാന വാർത്തകൾ. ചെന്നൈ നിയമത്തെക്കുറിച്ച് പഠിച്ച് അഭിഭാഷകനായി ജോലി നോക്കുന്നതിനിടെ വൻ മോഷണക്കേസിൽ പ്രതിയായി യുവാവ് പിടിയിൽ. ചരക്ക് തീവണ്ടികളിൽ നിന്ന് ബാറ്ററികൾ മോഷ്ടിച്ച് വിറ്റ കേസിലാണ് റെയിൽവേ സംരക്ഷണ സേന (RPF) അഭിഭാഷകനെ അറസ്റ്റ് ചെയ്തത്. സംശയാസ്പദമായ വാഹനം വഴിത്തിരിവായ അറസ്റ്റ്. പൊന്നേരി സ്വദേശിയായ നാഗരാജ്, 38, ആണ് കേസിലെ മുഖ്യപ്രതി. ചെന്നൈ റെയിൽവേ ഡിവിഷന് കീഴിലെ തണ്ടയാർപേട്ട, അത്തിപ്പെട്ട് ഉൾപ്പെടെയുള്ള യാർഡുകളിൽ കഴിഞ്ഞ ഒരു വർഷമായി തുടർച്ചയായി നടന്നുവന്ന ബാറ്ററി മോഷണങ്ങളാണ് RPF ഉദ്യോഗസ്ഥരെ സ്ഥിരമായ നിരീക്ഷണത്തിലേക്ക് നയിച്ചത്. അന്വേഷണത്തിന്റെ വഴിത്തിരിവ്. നിരന്തരമുള്ള മോഷണങ്ങൾ കാരണം RPF പ്രത്യേക നിരീക്ഷണ സംഘത്തെ രൂപീകരിച്ചിരുന്നു. ഒരു ദിവസം പുലർച്ചെ അത്തിപ്പെട്ട് യാർഡിലൂടെ സംശയാസ്പദമായി സഞ്ചരിച്ച ഒരു വാൻ ഈ നിരീക്ഷണ സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. വാൻ തടഞ്ഞ് പരിശോധിച്ചപ്പോൾ അതിനുള്ളിൽ മോഷ്ടിച്ച നിലയിലുള്ള റെയിൽവേ ബാറ്ററികൾ കണ്ടെത്തുകയായിരുന്നു. ഇതേ തുടർന്ന് വാൻ ഓടിച്ചിരുന്ന നാഗരാജിനെ RPF കസ്റ്റഡിയിലെടുത്തു. രാത്രിയിലെ ഓപ്പറേഷൻ ലക്ഷ്യം ബാറ്ററി. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് നാഗരാജ് കുറ്റം സമ്മതിച്ചത്. രാത്രി 12 മണിക്കും പുലർച്ചെ 3 മണിക്കുമിടയിലുള്ള സമയത്താണ് ഇയാൾ മോഷണം നടത്തിയിരുന്നത്. ചരക്ക് തീവണ്ടികൾ അറ്റകുറ്റപ്പണികൾക്കായി നിർത്തിയിടുമ്പോൾ ടൂളുകൾ ഉപയോഗിച്ച് അതിവിദഗ്ധമായി ബാറ്ററികൾ ഊരിയെടുത്ത് വാഹനത്തിൽ കടത്തുകയായിരുന്നു പതിവ്. ഒരു വർഷത്തിനിടെ 6 ലക്ഷം രൂപയോളം വിലമതിക്കുന്ന 134 ബാറ്ററികളാണ് ഇയാൾ മോഷ്ടിച്ചത്. മറ്റൊരു കണ്ണി കൂടി പിടിയിൽ. മോഷ്ടിച്ച ബാറ്ററികൾ ഇയാൾ പൊന്നേരിയിലുള്ള ഒരു ആക്രി കടയുടമയ്ക്ക് വിറ്റതായും വെളിപ്പെടുത്തി. നാഗരാജിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആക്രി കടയുടമയെയും തുടർന്ന് മോഷണത്തിൽ പങ്കാളിയായ മറ്റൊരാളെയും RPF അറസ്റ്റ് ചെയ്തു. നിയമപരിജ്ഞാനമുള്ള ഒരാൾ തന്നെ മോഷണത്തിന് നേതൃത്വം നൽകിയ സംഭവം റെയിൽവേ ഉദ്യോഗസ്ഥർക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലും ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് സിറ്റി, തിരുവനന്തപുരം.